നമസ്കാരം. ചെറിയാതെ വയ്യ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും 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 സ്നേഹ സ്വാഗതം. നമ്മൾക്ക് ടീച്ചറെ ആദ്യം തന്നെ ഒരു വീഡിയോ, ഇന്നൊരു പ്രമുഖ വ്യക്തിയുടെ ഒരു വീഡിയോ അത് കേട്ടപ്പോൾ സത്യത്തിലും അതുവരെ നമ്മുടെ ചെറിയാതെ വയ്യയിൽ ഒരു വിഷയം ഉൾപ്പെടുത്താൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് നമുക്ക് അതിന്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഞാൻ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട്, വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട്. പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ? കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ ഒരു മൂലയ്ക്ക് കസേരയിട്ട് തരുന്നു. ബാക്കിയുള്ളവര് ഇരിക്കാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തോണ്ട് അധികം മുഴുവൻ പുരുഷന്മാരാണ്. സ്ത്രീകളെ അപമാനിക്കുക, വേദനിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ഇതെല്ലാം സഹിച്ച് നിന്ന ഒരാളാണ് ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഞാൻ കുറെ എല്ലാ പാർട്ടികളെ പറ്റി പഠിക്കുന്ന ഒരാളാണ്. എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, എന്റെ കുടുംബം ഭാരതം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഭാരതമാണ്. ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം, ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ. കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിന്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. ടീച്ചറെ, ഇത് മറ്റാരുമല്ല, നമ്മുടെ കെ കരുണാകരന്റെ, കേരളത്തിന്റെ പ്രമുഖ മുഖ്യമന്ത്രിയായി ഒരുപാട് വട്ടം സ്ഥാനം അലങ്കരിച്ച കെ കരുണാകരൻ എന്ന് പറയുന്ന കാരണവരുടെ, കേരളത്തിന്റെ മുത്തശ്ശൻ അതല്ലെങ്കിൽ കേരളത്തിന്റെ കാരണവർ, അദ്ദേഹത്തിന്റെ പ്രിയ മകളായിട്ടുള്ള പത്മജ ചേച്ചിയുടെ വാക്കുകളാണ്. അവരെ അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് സീനിയർ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് അവരെ നമ്മൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ രാഷ്ട്രീയം പറയുകയല്ല നമ്മൾ. കൃത്യമായിട്ടും ഈ പത്മ ചേച്ചി പറയുന്ന പ്രസംഗത്തിൽ പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സ്ത്രീകൾ, അതായത് പിന്നിൽ സ്ത്രീകൾ, മുൻപിൽ നിറയെ സ്ത്രീകൾ, ഇടതും വലതും സ്ത്രീകൾ. നമ്മൾ ഈ ഒരു സിസ്റ്റം, ഇത് സത്യത്തിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടതാണ് കുറഞ്ഞ മാസങ്ങൾക്ക് മുൻപൊക്കെ സമ്മാനദാനവുമായി ബന്ധപ്പെട്ട്, അത് ആ മുസ്ലിം സംഘടനയുടെ പേര് ഞാൻ മറന്നുപോയി, സ്റ്റേജിലേക്ക് ഒരു കുട്ടിയുടെ പേര് വിളിക്കുന്നു, ആ കുട്ടിയും അതിന്റെ ഉപ്പയും കയറി വരുന്നു. ആരടാ ഈ കുട്ടിയെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് നിഷ്കരുണം ആ കുട്ടിയെ ആ വേദിയിൽ വെച്ച് അപമാനിച്ചുകൊണ്ട്, ആടിന്റെ കൊറ്റന്താടിയുള്ള ഒരു മൂത്ത ഒരു മദ്രസ ഉസ്താദ്, അതല്ലെങ്കിൽ അയാളെ ഏത് രീതിയിൽ അപമാനിച്ചുകൊണ്ട് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല, അത്ര കണ്ട് ഒരു മ്ലേച്ഛനായിട്ടുള്ള ഒരു കാക്കായി ആ കുട്ടിയെ ഓടിച്ചു വിട്ടു. എന്നിട്ട് ആ കുട്ടിയുടെ ബാപ്പ വന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു, ഞങ്ങൾ വിളിച്ചതല്ല, അവൾ കയറി വന്നു. അങ്ങനെ ആ രീതിയിൽ ആ കുട്ടിയെ ബാപ്പ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക്. എന്നിട്ട് ആ ബാപ്പ കയറി വരുന്നു, എന്നിട്ട് അയാളുടെ കയ്യിൽ ആ സമ്മാനം, ആ കുട്ടിക്കുള്ള അവാർഡ് കൊടുക്കുന്നു. എന്നിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് അറിയില്ലേ, പെൺകുട്ടിയെ വേദിയിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് മുൻപിൽ, മാത്രമല്ല അത് ലോകമൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് കൃത്യമായിട്ടും ആഘോഷമാക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇസ്ലാം സമൂഹത്തിൽ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വേദികളായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇനി കല്യാണ വേദി ആയിക്കോട്ടെ, ഏതൊക്കെ ആഘോഷമായാലും വേദനാജനകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലായാലും ഇതിലൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. കൃത്യമായും ഇതിൽ ഇന്നിപ്പോൾ CPM-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ഒക്കെ അവരുടെ പ്രാതിനിധ്യം, അതായത് അവരുടെ പാർട്ടികളിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമായി കൂട്ടി, കൃത്യമായിട്ടും ഇതുമായി നമ്മൾ കൂട്ടി ഒന്ന് കണക്ട് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന പോലും പുതുക്കിയ ഭരണഘടനയല്ല, പുതിയ ഉത്തരവ് പ്രകാരം 33% സ്ത്രീ സംവരണം വേണം എന്നൊരു ഉത്തരവ് നമ്മൾക്കുണ്ട്. 33% എന്ന് പറഞ്ഞാൽ ഏകദേശം 20-ൽ, നമ്മുടെ ലോക്സഭാ സീറ്റ് എടുക്കുകയാണെങ്കിൽ 20-ൽ ഏകദേശം 7 സ്ത്രീകളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം എന്നുള്ളതാണ്. 6.6 വരിക, 3+3 കൂട്ടുമ്പോൾ 0.33 കൂട്ടുമ്പോൾ 6.6, അത് നമുക്ക് 7 എന്ന് എടുക്കാം. അത്തരത്തിൽ 7 പേര് 20 സ്ഥാനാർത്ഥികളിൽ പോലും വേണമെന്നിരിക്കും. ഇന്ന് നമ്മൾക്കറിയാം BJP ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും CPM ആയാലും അവരുടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അതിൽ എത്രത്തോളം സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൽ എന്തായാലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് BJP-യുടെ ഈ സ്ത്രീ പ്രാതിനിധ്യം. കാരണം നമ്മൾക്കറിയാം ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ് BJP കൊണ്ടുവന്ന രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചാൽ ആ മുർമു എന്ന് പറയുന്ന, ദ്രൗപദി മുർമു എന്ന് പറയുന്ന, അതും അവരുടെ കമ്മ്യൂണിറ്റി, ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദളിത് സ്നേഹം ഒക്കെ വാഴ്ത്തുന്ന പിണറായി വിജയന്റെ ഈ നാട്ടിൽ
2 ദളിത് പെൺകുട്ടികൾ 9ഉം 11ഉം വയസ്സുള്ള പെൺകുട്ടികൾ വാളയാറിൽ തൂങ്ങിയാടിയത് എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അധസ്ഥിത വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഞങ്ങൾ എന്ന് വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ പിണറായി വിജയൻ ഭരിക്കുന്ന CPM പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടിയാണോ, ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന നമ്മളാണോ, BJP ആണോ? നമ്മളാണ് എന്നുള്ളത് ക്ഷമിക്കണം, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്, ടീച്ചറെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ BJP ഭരിക്കുന്ന ഈ ഭാരതത്തിന്റെ നമ്മുടെ രാഷ്ട്രപതി പോലും ഒരു അധസ്ഥിത, ഇവരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അധസ്ഥിത വർഗത്തിൽ നിന്ന് വരുന്നു, അതും ഒരു സ്ത്രീയായിട്ട് വരുന്നു. മാത്രമല്ല ഭാരതത്തിന്റെ ധനമന്ത്രി ആര്? അതായത് ഒരു രാജ്യത്തിന്റെ ആയാലും ഒരു വീടിന്റെ ആയാലും അതിന്റെയൊക്കെ ബഡ്ജറ്റ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ചിലവും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ അത് വീട്ടിൽ ഒതുക്കാതെ ഒരു സ്ത്രീയെ തന്നെ ഒരു രാജ്യത്തിന്റെ, അതും മഹാഭാരതത്തിന്റെ ധനകാര്യ മന്ത്രിയായി ധനകാര്യം ചെയ്യാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീയെ തന്നെ കൊണ്ടുവരിക. അങ്ങനെ എടുത്താൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് എടുത്തെടുത്ത് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ഇന്ന് 33% കടന്നുകൊണ്ട് BJP ഏറ്റവും ലക്ഷ്യം കാണുന്നത്, നമ്മൾക്കറിയാം BJPയുടെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള ഒരുപാട് പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, അത് കുഞ്ഞു മക്കളുടെ ആയാലും വലിയ മുതിർന്ന സ്ത്രീകളായാലും ഇനി വേണ്ട നമ്മുടെ അമ്മൂമ്മമാരായാലും പ്രായം കൂടിയ സ്ത്രീകളായാലും ഇവർക്കൊക്കെ ഏത് രീതിയിൽ അവർക്കൊക്കെ സേവനം ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന ചിന്താഗതിയോടുകൂടി ഭരിക്കുന്ന നമ്മുടെ ഈ ഭാരതത്തിന്റെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ സർക്കാർ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ പറയുന്ന ഈ പത്മജ ചേച്ചി പറഞ്ഞ ഈ വാക്കുകളെ നമ്മളൊന്ന് കടമെടുക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് ഇസ്ലാമിക ഭീകരത, അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രത്തോളമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ കയറിയതിന്റെ പേരിൽ തന്നെ ആ പാർട്ടികളിൽ നിന്ന് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുകയും സ്ത്രീകളുടെ മുഖം പോലും, നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര മുസ്ലിം ലീഗ്, വെറും മുസ്ലിം ലീഗ് അല്ല, മതേതര മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, സ്ഥാനാർത്ഥികളായിട്ട് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഫ്ലെക്സുകളിൽ കൊടുക്കാതെ അവരുടെ ഫോട്ടോയ്ക്ക് താഴെ അതല്ലെങ്കിൽ അവരുടെ പേര് മാത്രം കൊടുത്ത് അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക, അതല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ഫോട്ടോ വെക്കുക എന്ന കൃത്യമായിട്ടുള്ള വിക്രിയകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ എത്രത്തോളമാണ് ഈ മുസ്ലിം മതത്തിലൂടെ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത്, അത് എത്രത്തോളമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഈ പത്മജ ചേച്ചിയുടെ വാക്കുകൾ. കാരണം അവരുടെ ആ ഒരു സീനിയോറിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശോഭാ സുരേന്ദ്രൻജിയുടെ ഒരു വാക്കുകൾ കേട്ടു. പത്മ ചേച്ചി എന്ന് പറയുന്ന ഈ പറയുന്ന കെ കരുണാകരന്റെ മകൾ എത്രയോ നാളുകൾ അച്ഛനെ കാണാതെ നിന്നിട്ടുണ്ട് എന്നുള്ള വിഷമാവസ്ഥകളൊക്കെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വിവരിക്കുന്നത് കേട്ടു. അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, വനിതാ നേതാവ് തന്നെ, അവർ വന്ന രാഷ്ട്രീയം മാറിക്കൊണ്ട് അവർ കൃത്യമായിട്ടും അവർ അനുഭവിച്ച ആ തീക്ഷ്ണമായിട്ടുള്ള അവരെ പരിഹസിക്കലും അതല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തലും ഒരുപാട് പരിഹാസങ്ങൾക്കൊടുവിൽ തന്നെയാണ് അവർ BJPയിലേക്ക് വന്നിട്ടുള്ളത്. ആ വന്നിട്ടുള്ള ഈ പറയുന്ന പത്മജ വേണുഗോപാലിനെ അപഹസിച്ചുകൊണ്ട് അവരുടെ സഹോദരൻ തന്നെ മുരളി തന്നെ രംഗത്ത് വരിക. മാത്രമല്ല ഒട്ടേറെ ചെറിയ, അതായത് ഈ പത്മജ ചേച്ചിയൊക്കെ ഇന്ന് എത്രത്തോളം മുതിർന്നിരിക്കുമ്പോൾ അതിന്റെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവൊക്കെ ഉണ്ട്, അയാളൊക്കെ വളരെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പത്മജ എന്ന് പറയുന്ന ഈ സ്ത്രീയെ അപമാനിച്ച് രംഗത്ത് വന്നിരുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേട്ടും സ്വന്തം അച്ഛൻ ഈ നാടിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് അച്ഛന്റെ ആ സ്നേഹലാളനകൾ പോലും ഏൽക്കാതെ വളർന്ന പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന പത്മ ചേച്ചി, ആ ചേച്ചിയെ അപമാനിക്കാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നും, മാത്രമല്ല കെ കരുണാകരൻ ഉള്ള സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര ഉജ്ജ്വല തേജസ്സോടുകൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിച്ചയ്ക്കായി കാത്തു നിന്ന നേതാക്കന്മാരൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നും പത്മജ വേണുഗോപാലിനെ അവർ വരെ ഒന്ന് അനുകൂലിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഈ മുരളീധരനും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെതിരെ ഒന്ന് അപലപിക്കാനോ തയ്യാറായില്ല എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടു.